നമസ്കാരം. കണ്ണൂരിലെ ജയരാജ് വിശേഷം പണ്ടേ പ്രശസ്തമാണ്. വെടികൊണ്ട ജയരാജൻ, വെട്ടുകൊണ്ട ജയരാജൻ, വെറിപിടിച്ച ജയരാജൻ. ഇവർ ഓരോരുത്തരും അവനവന്റെ കൃത്യം കൊണ്ട് പ്രശസ്തരും പ്രഗത്ഭരുമാണ്. ഒരു ജയരാജൻ ഇപ്പോൾ പാർലമെന്റ് സ്ഥാനാർത്ഥിയാണ്. പേരിനെ അനർത്ഥമാക്കുന്ന മത്സരത്തിനിറങ്ങിയ ജയരാജനെ വെറിപിടിച്ചയാളെന്ന് പറയാം. മറ്റൊരാൾ വെട്ടുകൊണ്ടതാണ്. അക്രമരാഷ്ട്രത്തിന്റെ തലതൊട്ടപ്പനാണത്. അങ്ങനെ തന്നെയാണ് വെട്ടുകൊള്ളേണ്ടി വന്നതും. പിന്നൊരു ജയരാജന് വെടികൊണ്ടത് സത്യമാണ്. വെടിയുണ്ടയും കഴുത്തിൽ പേറി നടക്കേണ്ടി വന്ന ജയരാജനാണ് കഥയിലെ നായകൻ. ജയരാജന്റെ പ്രകൃതം എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാവരുമായും സൗഹൃദ ബന്ധം വെക്കുന്നയാളാണ് ജയരാജൻ. പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയാകും എന്ന പഴഞ്ചൊല്ല് പോലെ കൂട്ടുകെട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജയരാജന് ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്ന് നേരത്തെ തന്നെയുള്ള ഒരു അനുഭവമാണെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ സാന്റിയാഗോ മാർട്ടിൻ കഥയാണ് ഓർമ്മ വരിക. ജയരാജൻ BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു എന്ന വാർത്തയുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പറയുന്നത് ഇങ്ങനെയാണ്: ജാവ്ദേക്കറെ കാണുന്നതിൽ എന്താ തെറ്റ്? തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ജാവ്ദേക്കറോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പരമാവധി ശ്രമം നടത്തുകയാണല്ലേ, നമുക്ക് കാണാമെന്ന്. അത്തരത്തിൽ ആളുകളെ കാണുന്നതിലോ സംസാരിക്കുന്നതിലോ പിശകുണ്ട് എന്ന് കരുതുന്നില്ല. അതേസമയം ദല്ലാൽ നന്ദകുമാറിന് ഏതെല്ലാം തരത്തിൽ ബന്ധങ്ങളുണ്ട് എന്നത് എനിക്ക് നന്നായി അറിയാവുന്നതാണ്. ഇത്തരം ആളുകളൊക്കെ എന്തെങ്കിലും ശ്രമം നടത്തിയിട്ടും എന്തെങ്കിലും ഫലം കിട്ടിയോ? അതിന് ഫൈനാൻസ് ചെയ്യാൻ ഒരു കൂട്ടർ ഇവിടെയുണ്ട്, മുഖ്യമന്ത്രി പറയുന്നു. EP ജയരാജൻ CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും LDF കൺവീനറുമാണ്. പതിറ്റാണ്ടുകളായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനെയും പോലെ വലിയ തോതിലുള്ള പരീക്ഷണ ഘട്ടങ്ങൾ കടന്നു വന്നതാണ്. അദ്ദേഹത്തെ ലക്ഷ്യം വെച്ച് നടത്തിയ ഈ ആക്രമണം CPMനെതിരെയും LDFനെതിരെയും ഉന്നം വെച്ചുകൊണ്ടുള്ളതാണ് എന്ന് നാം കാണണം. മുഖ്യമന്ത്രി പറയുന്നത് ഇങ്ങനെയാണ്: EP ജയരാജൻ കോൺഗ്രസിനെ മാത്രമല്ല CPMന്റെ കൂടി നോട്ടപ്പുള്ളിയായിട്ട് കാലം കുറച്ചായി. ദേശാഭിമാനി ജനറൽ മാനേജറായപ്പോൾ തുടങ്ങിയതാണത്. സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് ദേശാഭിമാനിക്ക് വേണ്ടി 2 കോടി രൂപ വാങ്ങിയത് പരസ്യമായപ്പോൾ തുടങ്ങിയതാണ് ആ വിവാദം. പിന്നീട് പാർട്ടി മട്ടന്നൂരിൽ സീറ്റ് കൊടുത്ത് ജയിച്ച് മന്ത്രിയാക്കിയപ്പോഴും ആക്ഷേപം പിന്തുടർന്നു. പാപി ചെന്നയിടം പാതാളം എന്ന മട്ടിലായി അത്. ജയരാജനോടൊപ്പം ആക്ഷേപവും പിന്തുടർന്നു. ഏറ്റവും ഒടുവിലെത്തിയതാണ് ശോഭാ സുരേന്ദ്രനും നന്ദകുമാറും പറഞ്ഞ കാര്യങ്ങൾ. അതിനു മുമ്പാണ് മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിക്കാൻ ഇൻഡിഗോ വിമാനത്തിൽ കയറിയ യൂത്ത് കോൺഗ്രസുകാരെ തള്ളിയിട്ട സംഭവം. അതോടെ ഇൻഡിഗോ വിമാനയാത്ര ഉപേക്ഷിക്കുന്നതായി ജയരാജൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒടുക്കം ഇൻഡിഗോ ഖേദപ്രകടനം നടത്തിയെന്ന് ജയരാജൻ പ്രസ്താവിച്ചെങ്കിലും പ്രശ്നം തീർന്നതായി അറിയില്ല. 3 തവണ ജയരാജനെതിരെ ആക്രമണമുണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. ബോംബേറുണ്ടായതായി പറയുന്നതല്ലാതെ അതുകൊണ്ട് എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് ആരും പറയുന്നുമില്ല, ജയരാജൻ പോലും. അതേസമയം പ്രകാശ് ജാവ്ദേക്കറുമായി കണ്ട് സംസാരിച്ചു എന്ന് ജയരാജൻ സ്ഥിരീകരിക്കുകയും ചെയ്തു. സംസ്ഥാന പാർട്ടിയുടെ അറിവോടെയും സമ്മതത്തോടെയുമാണ് ചർച്ച നടന്നതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ജയരാജൻ മാത്രമല്ല, മറ്റു പല നേതാക്കളും BJPയുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അക്കാര്യങ്ങൾ പുറത്തു വരുമെന്ന് ആശിക്കാം. അതിലൊരാളായിരുന്നു ഇടുക്കി ജില്ലയിൽ നിന്ന് നേരത്തെ നിയമസഭാംഗമായിരുന്ന രാജേന്ദ്രൻ. അദ്ദേഹം ഡൽഹി വരെ എത്തി പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തിയ കാര്യം പുറത്തു വന്നു കഴിഞ്ഞു. 18 അടവും പയറ്റി CPM പാർട്ടിയിൽ തന്നെ ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ്. CPMന്റെ കാതലായ നേതാക്കൾ പലരും നേരത്തെ ജനസംഘവും BJPയുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ തന്നെ താക്കോൽ സ്ഥാനത്തുണ്ടായിരുന്ന വിഷ്ണു ഭാരതിയാനാണ് അതിൽ മുൻഗാമി. തുടർന്നിങ്ങോട്ട് ദേശാഭിമാനിയുടെ പത്രാധിപരായിരുന്ന ഇന്ദുചൂടനടക്കം നിരവധി നേതാക്കളും പ്രവർത്തകരും ജനസംഘത്തിലും BJPയിലുമായി ചേർന്ന് പ്രവർത്തിച്ചതാണ് ചരിത്രം. BJPയിൽ ചേർന്ന പ്രവർത്തകരിൽ കൂടുതലും CPMകാരാണ്. അതിൽ തുറന്നുകൊണ്ടേയിരിക്കും. ജയരാജന്റെ ആക്കുളത്തെ ഫ്ളാറ്റിൽ വെച്ച് ജാവ്ദേക്കറെ കണ്ടു എന്ന് സമ്മതിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമൊന്നും സംസാരിച്ചില്ലെന്നാണ് ജയരാജൻ പറഞ്ഞത്. കുറച്ചു കഴിഞ്ഞ് യോഗമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി. മകനോടും ചായ കൊടുക്കാനും പറഞ്ഞു. ചായ കുടിക്കാതെ അവരും ഇറങ്ങിയെന്നാണ് ജയരാജൻ പറയുന്നത്. മകന്റെ വീടെന്താ ചായക്കടയാണോ എന്നാണ് K സുധാകരൻ പരിഹസിക്കുന്നത്. ഏതായാലും ജയരാജന്റെ മകൻ ഇതുവരെ ഒന്നും പറയുന്നത് കേട്ടില്ല. രാഷ്ട്രീയ നേതാക്കളെല്ലാം പിണറായിയെ പോലെയാകണമെന്ന് വാശി പിടിക്കാൻ പറ്റുമോ? നേതാക്കൾ തമ്മിൽ സംസാരിക്കും. പാർട്ടി മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റും. CPM എത്രയെത്ര നേതാക്കളെ മാറ്റിയിട്ടുണ്ട്. CPMൽ കൊള്ളാവുന്നവരുണ്ടെങ്കിൽ കാല് മാറ്റിയെടുക്കുന്നതിൽ തെറ്റെന്താണ്? അങ്ങനെ ഒരാള് തന്നെയല്ലേ ജയരാജനും. ജയരാജനുമായി ജാവ്ദേക്കർ സംസാരിച്ചെങ്കിൽ അതിലൊരു തെറ്റുമില്ല. പിന്നെ CPMന് എപ്പോഴാണ് ശിവഭക്തി കൂടിയത്? പാപക്കറ പിടികൂടിയത് എപ്പോഴാണ്? എല്ലാം മിത്തല്ല, സത്യവും അടങ്ങിയിട്ടുണ്ടെന്ന തിരിച്ചറിവുണ്ടായിരുന്നെങ്കിൽ അത്രയും നന്നായി. എങ്കിൽ പിണറായിയും ജയരാജന്റെ വഴിക്കെത്തുമായിരുന്നു. ഇതിൽ സ്വാധീനവും ശക്തിയും ഭരണസ്ഥിരതയും ഉണ്ടായ സംസ്ഥാനമായിരുന്നില്ലേ പശ്ചിമ ബംഗാൾ? അവിടുത്തെ പാർട്ടിയും നേതാക്കളും എങ്ങോട്ട് പോയി? ഒരാളെങ്കിലും നിയമസഭയിലുണ്ടോ? അവിടുത്തെ പല പ്രവർത്തകരെയും നേതാക്കളെയും അന്വേഷിച്ചാൽ കണ്ടെത്താം കേരളത്തിലെ അതിഥി തൊഴിലാളികളായി. പൊറോട്ട അടിക്കാനും ചായ ഉണ്ടാക്കാനും.
അങ്ങനെ ഒരു സ്ഥിതി വരാതിരിക്കട്ടെ കേരളത്തിലെ ജയരാജന്മാർക്ക്.